ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം നാളായിട്ട് എൻ്റെ അടുത്ത് ഞാൻ ഇടുന്ന കുർത്താസൊക്കെ എവിടെ നിന്നാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കഴുകി ഉണക്കി അതിൻ്റെ ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട് നോക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 എണ്ണം എൻ്റെ ഉണ്ട്, അതേപോലെ 5 എണ്ണം ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതും ഉണ്ട് കേട്ടോ. അത് ഞാൻ കഴുകിയിട്ടില്ല, അത് ഞാൻ വെറുതെ ഇട്ട് കാണിക്കാം. എന്തായാലും അമ്മ ഇട്ട് കാണിച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ജസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും ഞാൻ ഇട്ട് കാണിക്കാം. പക്ഷെ അത് മീഡിയം സൈസാണ്, അതുകൊണ്ട് എൻ്റെ മെയിലിൽ ഇങ്ങനെ പ്ലാന്ന് നിൽക്കുന്നുണ്ടാവും. പക്ഷെ എനിക്ക് വേണ്ടി മേടിച്ചത് ഇന്ന് നമുക്ക് ആദ്യം തുടങ്ങാം കേട്ടോ. അത് പക്ക എനിക്ക് പാകമായിട്ടുള്ളതാണ്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് റിവ്യൂസ്, നല്ല റിവ്യൂസ് ഉള്ള കുറച്ച് പ്രോഡക്ട്സ് നോക്കിയിട്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. എല്ലാം ഒരു 500 രൂപേനെക്കാട്ടിനും താഴെ ഉള്ളതാണ്. 300 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ കുർത്ത പാൻറ് സെറ്റാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. ഇത് നമുക്ക് മീഷോ, ആമസോൺ, മിന്ത്ര ഇതിലൊക്കെ അവൈലബിൾ ആണ്. മിന്ത്രയിൽ നോക്കുകയാണെങ്കിൽ ഒരു 600, 700, 800 വരെ ഉണ്ടെങ്കിൽ മീഷോയിൽ നോക്കുകയാണെങ്കിൽ ഒരു 250 മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, പാൻസും ടോപ്പും അടക്കം കേട്ടോ. അപ്പം ഞാൻ മേടിച്ചത് ഒരു 300 റുപ്പീസിൻ്റെ ആണ്. അത് എന്താ വെച്ചാൽ ഏറ്റവും അധികം നല്ല റിവ്യൂസ് ഉള്ളത് നോക്കി ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ. പല പല സെല്ലേഴ്സ് സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചും റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഞാൻ പറയാച്ചാൽ നല്ല റിവ്യൂസ് ഉള്ളത് നോക്കിയിട്ട് മേടിക്കാവും നല്ലത്. ഒരു 50 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു 300 റുപ്പീസിൻ്റെ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഇത് 2-3 തവണ ഇട്ട് കഴുകിയതാണ്. കഴുകിയിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ചായം പോവേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നൂല് പൊന്തിയോന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്, അതായത് മേടിച്ചപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ചെറിയൊരു വ്യത്യാസം ഉണ്ട്. പിന്നെ ഈ ക്രോഷയുടെ അവിടെ ഉണ്ടല്ലോ, ഈ ഒരു ലേസ് ഡീറ്റെയിലിംഗ്, ക്രോഷ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ്. ഇവിടെ ചെറുതായിട്ടൊരു നിറം മങ്ങിയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഇനി ഒരു 10 തവണയെങ്കിലും ഇടാനുള്ളത് ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല. എന്താ വെച്ചാൽ ഓരോരുത്തരുടെ രീതിക്ക് വ്യത്യാസമുണ്ട്. ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേ മേടിക്കുള്ളൂ. കുറച്ച് വില കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല. അതാണ് നമ്മുടെ എൻവയൺമെൻറ്റിന് നല്ലത്. പക്ഷെ ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴും മാറ്റി ഇടണം. അങ്ങനെയാകുമ്പോൾ കുറച്ച് വില കുറച്ച് മേടിച്ചിട്ട് ഒരു 10 തവണ ഇട്ടിട്ട് ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മീഷോയിൽ നോക്കുകയാണെങ്കിൽ ചില ഔട്ട്ഫിറ്റ്സ് അങ്ങനെയുള്ളത് തന്നെയാണ്. വില കുറവുള്ളത് നമുക്ക് ഒരിക്കലും അത്ര ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാണാനൊക്കെ നല്ല രസമാണ്. നമുക്ക് ആദ്യമൊക്കെ നോക്കുമ്പോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ബെസ്റ്റ് ആയിട്ടൊക്കെ തന്നെ തോന്നും ചിലപ്പോൾ. പക്ഷെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലത് ഭാഗ്യമുണ്ടെങ്കിൽ കുറേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുണ്ടാവും. ചിലത് പക്ഷെ ഒരു 10 വാഷൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് നാശമാവും കേട്ടോ. അപ്പം എനിക്ക് ഇത് തോന്നണത് ഒരു 10 to 15 വാഷ് വരെ ഇങ്ങനെ നിൽക്കണ്ടാവുള്ളൂ. അതിനുശേഷം കുറച്ച് നന്നായിട്ട് തന്നെ മങ്ങും. പക്ഷെ മെറ്റീരിയലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ചൂടത്തും ഇടാൻ പറ്റിയിട്ടുള്ളതാണ്. കോട്ടൺ മിക്സ് ആണ്, കൂടുതൽ കോട്ടൺ മെറ്റീരിയലാണ് ഉള്ളത്. അതുകൊണ്ട് ഇടാനൊക്കെ നല്ല സുഖമാണ്. പാൻറ്റിൻ്റെ ഒരു സിഗരറ്റ് പാൻസ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. അടിയിൽ ലേസ് ഒക്കെ കൊടുത്തിട്ട് അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. സ്ലീവ്ലെസ് ആണ്, നമുക്ക് കാഷ്വലി ഒക്കെ ഇടാനായിട്ട് വളരെ നല്ലത്. എക്സ്ട്രാ സ്മോൾ ആണ്, അതാണ് എടുത്തു പറയേണ്ടത്. ഒട്ടുമിക്ക സംഗതികൾ നോക്കുകയാണെങ്കിലും നമുക്കിപ്പോൾ മീഷോയിലൊക്കെ നോക്കുമ്പോൾ എക്സ്ട്രാ സ്മോൾ കിട്ടാൻ ഇത്തിരി പാടാണ്. എസ്പെഷ്യലി കുർത്ത സെറ്റ് എക്സ്ട്രാ സ്മോൾ വളരെ കുറവാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ലതായിട്ട് തോന്നി. വർത്ത് ഫോർ ദ മണി ആണോ എന്ന് ചോദിച്ചാൽ വളരെ നല്ലതാണ്. പക്ഷെ ഒരുപാട് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് വാഷ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റൈലിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു വലിയ കമ്മലിട്ട് മുടിയൊന്നും മെടഞ്ഞിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല രസമായിരിക്കും. അതും ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവർ ജ്വല്ലറി ഇടുകയാണെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി കേട്ടോ. കോളേജിലേക്ക് പോകുമ്പോൾ ഇടാം, കാഷ്വലി നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഇടാം, ഈവൻ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇടാവുന്നതാണ്. അടുത്തത് ഒരു ഫ്ലോറൽ പ്രിന്റിലുള്ളതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാം. വലിയ വലിയ പൂക്കളാണ്. നമുക്ക് കുറച്ചൊരു ബെഡ്ഷീറ്റ് വൈബ് പോലെ തോന്നും. പക്ഷെ ഇപ്പോൾ വലിയ വലിയ പ്രിന്റ്സും ഭയങ്കര ട്രെൻഡിലുള്ളതാണ്. അപ്പോൾ യൂഷ്വലി ഇങ്ങനെ പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണുള്ളവരാണെങ്കിൽ വലിയ പ്രിന്റ്സ് ചേരില്ല എന്നുള്ളത്. അത് കുറച്ചൊക്കെ ശരി. പക്ഷെ എനിക്ക് തോന്നുന്നേ അങ്ങനെ റൂൾസ് ഒന്നും അങ്ങനെ അത്ര കാര്യമായിട്ടൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഇടുക, അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാനാണെങ്കിലും വീഡിയോസിൽ ഇങ്ങനെ പറയാറുണ്ട്, പൊക്കം തോന്നിക്കാനായിട്ട് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പൊക്കം കുറവ് തോന്നിക്കാനാണ് ഇങ്ങനെയാണ് നല്ലത്, വണ്ണം കുറവ് തോന്നിക്കാനാണ് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയെങ്കിലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഇഷ്ടമാണോ എന്നുള്ളത് നോക്കിയാൽ മതി. നമുക്ക് കംഫർട്ടബിൾ ആണോ എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനം കേട്ടോ. അപ്പം ഇത് നോക്കുകയാണെങ്കിൽ വൈറ്റിൽ ഇങ്ങനെ വലിയ 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 ഫ്ലവേഴ്സ് വന്നിട്ടുള്ളതാണ്. ഹോൾട്ടർ നെക്ക് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാ സ്ട്രാപ്പ് കാണും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ടൈപ്പ് സ്ട്രാപ്പ് ഇല്ലാത്ത ബ്രാ ഇടേണ്ടി വരും. അതല്ലെങ്കിൽ സ്ട്രാപ്പ് ഇങ്ങനെ കാണുന്ന തരത്തിൽ ഭംഗിയായിട്ടുള്ളത് അങ്ങനെ വരുമല്ലോ, അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. ഇതിൻ്റെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് നമുക്ക് തനിയെ ഉടുപ്പ് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിന് സ്ലിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ ആ രീതിക്ക് നമുക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു 600 റേറ്റിനുണ്ട്, 500, 600 ആ ഒരു റേറ്റിനുള്ളതാണ് ഉള്ളത്. ഞാൻ ഒരു 500ൻ്റെ ആണ് മേടിച്ചത്. മിക്സാണ് കേട്ടോ.
റയോൺ പോളിസ്റ്റർ മിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചൂടുകാലത്തും ഇടാനായിട്ട് നല്ലതാണ്. ഇത് കഴുകിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കുറെ കൂടി ലാസ്റ്റ് ചെയ്യും. മറ്റേ 300 റുപ്പീസിന് മേടിച്ചതല്ല, അതിനെക്കാട്ടിനൊക്കെ കുറെ കൂടി ലാസ്റ്റ് ചെയ്യും. നമുക്ക് സ്റ്റൈൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ അധികമായിട്ട് തോന്നി. നമുക്ക് വെക്കേഷനൊക്കെ പോകുമ്പോൾ ഈ ഉടുപ്പ് മാത്രമായിട്ട് അങ്ങനെ ഇടാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓഫീസിലേക്കും കോളേജിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ഒരു പ്രൊഫഷണൽ ലുക്ക് എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ പാൻസ് വെച്ചിട്ടും സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ആ രീതിക്ക് നല്ല രസമാണ്. ഈ സമ്മർ ടൈമിലൊക്കെ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് ഇങ്ങനെ സിംഗിൾ കളറിൽ വരുന്നതാണ്. ഇതിൻ്റെ പല കളേഴ്സും അവൈലബിൾ ആണ്. ഇതിന് 299 അങ്ങനെയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ 300-നെക്കാട്ട് കുറച്ച് കുറവ് ആ രീതിക്കായിരുന്നു ഉണ്ടായിരുന്നത്. സ്ലീവ്ലെസ് ആണ്, റയോൺ ആണ്. അപ്പം കഴുകി കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊരു ഇങ്ങനെ കുഴഞ്ഞ് ആയിട്ടുണ്ട്. ഇത് കുറച്ച് ഒരു 5 വാഷിന് മീതെ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ല പോക്കറ്റ്സ് ഇല്ല, പോക്കറ്റ് ഇല്ല കേട്ടോ. പിന്നെ പാൻസ് നോക്കുകയാണെങ്കിൽ ഇലാസ്റ്റിക് ആണ്. എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മേടിക്കേണ്ടെന്നാണ്. ആദ്യത്തെ തവണ ഇട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല സിൽവർ ജ്വല്ലറി ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലാസ് ലുക്ക് ഉണ്ടാവും. പക്ഷെ കഴുകി കഴിഞ്ഞപ്പോൾ തേച്ചതിന് ശേഷവും ഇങ്ങനെ മൊത്തത്തിൽ തുണിയുടെ ലുക്കൊക്കെ ഇത്തിരി മോശമാണ്. ഒരേ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് സമയത്തും ഇടാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയലാണ്, റയോൺ ആണ്. സുഖമുണ്ട് ഇടാനായിട്ട്. അതല്ലെങ്കിൽ ഇത് അത്ര നല്ലതല്ല കേട്ടോ. അടുത്തത് ടോപ്പ്, പാൻസ്, പിന്നെ ദുപ്പട്ട. ഇത് 3ഉം കൂടി വരുന്നതാണ്. ഇതും ഒരു 500 ആ ഒരു റേറ്റിലുള്ളതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ടോപ്പ് സ്ലീവ്ലെസ് ആണ്. നല്ല രസമുള്ള പ്രിന്റ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വന്നിട്ട് നെക്കിലും അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ ആം ഹോളിൻ്റെ അവിടെയും പൈപ്പിംഗ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതും എക്സ്ട്രാ സ്മോൾ ആണ്. പക്ഷെ എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. എല്ലാം എനിക്ക് ചെറുതായിട്ട് ലൂസ് ഉണ്ട്. പക്ഷെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് പാകമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണാൻ നല്ല രസമുണ്ട്. എസ്പെഷ്യലി പാൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഷറാറ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. കോട്ടൺ മിക്സ് ആണ്. ഇത് സ്റ്റൈൽ ചെയ്ത് വരുമ്പോൾ രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ദുപ്പട്ടയാണെങ്കിലും അതെ, ഷിഫോൺ മിക്സ് ആയിട്ടാണ്. അറ്റത്തൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ത്രൂ ഔട്ട് ദുപ്പട്ട ചെറിയ എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലത് കോളേജിലേക്ക് പോകാനോ ഓഫീസിലേക്കൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് നല്ലതാണ്. ഇത് കഴുകിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് കോട്ടൺ റയോൺ അങ്ങനത്തെ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. കഴുകിയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 500 റേറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആവുന്നുണ്ട്. മേ ബി 200-300 ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സുഖമായിട്ട് നിൽക്കാത്തത്. അപ്പോൾ പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അയ്യോ ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ ഇവിടെ കാണിക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിലില്ല. അത് ഒരു ജാക്കറ്റും അതേപോലെ തന്നെ പാൻസും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ക്രോപ്പ് ടോപ്പ് ഇടാവുന്നതാണ്. അതിൻ്റെ ഗ്രീനും അതേപോലെ തന്നെ ബ്ലൂ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ക്രോപ്പ് ടോപ്പ് ഇടുമ്പോൾ ഗ്രീൻ അല്ലെങ്കിൽ വൈറ്റ്, അതല്ലെങ്കിൽ ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഏതാ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ് കേട്ടോ. നല്ല സുഖമാണ് കേട്ടോ ഇടാനായിട്ട്. വാഷ് ചെയ്തപ്പോഴും കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയാണ്. എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഉപയോഗിക്കുക ഇങ്ങനത്തെ ആയിരിക്കും. ഞാൻ ഇതിങ്ങനെ കമ്മ്യൂണിറ്റി ടാബിൽ ഇതിൻ്റെ ഫോട്ടോ ഇട്ടപ്പോൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒക്കെ പുറത്തേക്ക് ഇടുമോ എന്നുള്ളത്. പക്ഷെ ഞാൻ കൂടുതൽ ഇങ്ങനത്തെയാണ് പുറത്തേക്ക് ഇടാറുള്ളത്. ഞാനിപ്പോൾ തൃശ്ശൂരാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ കൂടുതലും ഇങ്ങനെ കോളേജിലേക്ക് മാത്രമല്ല, അല്ലെങ്കിൽ കാഷ്വലിയൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഉടുപ്പും അതേപോലെ ഇങ്ങനത്തെ ക്രോപ്പ് ടോപ്സ്, ജീൻസ് ക്രോപ്പ് ടോപ്പ്, അതേപോലെ പാൻസ് അല്ലെങ്കിൽ ജാക്കറ്റ്സ് അങ്ങനെയൊക്കെ ഇടുന്നത് ഞാൻ കാണുന്നുണ്ട്. പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെ ഭയങ്കര കാഷ്വലി നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ. നല്ലതായിട്ടാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇതെല്ലാം കുഴപ്പമില്ല. നമുക്ക് നോക്കി നമ്മുടെ ഒരു ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. കുറേ കാലത്തേക്ക് ഉപയോഗിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ അത്ര വേർത്തായിട്ടല്ല എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ നല്ല കുർത്താസാണ് കേട്ടോ. അടുത്ത ഞാൻ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കോട്ടൺ എന്നൊക്കെ എഴുതി കണ്ടിരുന്നു വെച്ചാൽ നമുക്കറിയാം, തൊടുമ്പോഴൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. കോട്ടൺ ഒന്നുമല്ല, അത്യാവശ്യം പോളിസ്റ്റർ മിക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ലതാന്ന് മാത്രം കേട്ടോ. ഇതൊക്കെ മേടിച്ചിരിക്കുന്ന സൈസ് ലാർജും മീഡിയം ആണ് മേടിച്ചിട്ടുള്ളത്. അമ്മ ഇപ്പോൾ നല്ലോണം വണ്ണം കുറഞ്ഞിട്ടുണ്ട്. മീഡിയം മതി. പക്ഷെ നമുക്കറിയില്ല, കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുരുങ്ങി അത് ബുദ്ധിമുട്ടാവില്ല വിചാരിച്ച് ഞാൻ ചിലത് ലാർജ് എടുത്തുന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ സൈഡ് അടിക്കാവുന്നതല്ലേ ഉള്ളൂ. ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ കുറേ പേര് ഇത് ഇട്ട് കണ്ടിട്ടുണ്ട്, ഈ ഒരു പ്രിന്റിലുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എക്സിബിഷൻ, നമ്മുടെ പൂരത്തിൻ്റെ എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് 2 പേര് ഇങ്ങനത്തെ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് മീഷോയുടെ ഒരു പ്രശ്നം. സൂഡിയോ പോലെ തന്നെയാണ്, നമ്മളിട്ട ഡ്രസ്സ് വേറെ ആൾക്കാർ ഇട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പാൻസ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. ഇങ്ങനെ വേർട്ടിക്കലായിട്ടുള്ള പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് കുഴപ്പമില്ല. പിന്നെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഇവിടെ ഒരു ഗോട്ടാപ്പട്ടി ലേസ് കൊടുത്തിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ മൊത്തത്തിലൊരു കറബറ പ്രിൻ്റാണ്. കുഴപ്പമില്ല. എൻ്റെ ഒരു വൈബല്ല. പക്ഷെ അമ്മയ്ക്ക് ഇത് കുഴപ്പമുണ്ടാവില്ല. അമ്മ ഇങ്ങനത്തെ ഇടും.
പ്രശ്നമൊന്നുമില്ല. ഞാനിങ്ങനെ മീഡിയത്തിൽ നോക്കിയപ്പോൾ ഒരു 500 ബിലോ അങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ ജസ്റ്റ് കടയിലേക്കൊക്കെ പോകുമ്പോൾ കൂടുതൽ ഈ റേഷൻ കടയിൽ പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് എന്തെങ്കിലും സിനിമയ്ക്ക് പോവാം, അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാഷ്വലി കുറച്ചധികം പ്രാവശ്യം ഉപയോഗിക്കുക എന്നുള്ള രീതിക്കുള്ളതാണ്. ഓക്കെ ആണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു നല്ലൊരു ഇൻഡിഗോ ബ്ലൂ ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് വരുന്നത്. അതിൽ ഒരു ചെറിയൊരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നെക്ക് കുറച്ച് കയറിയതാണ്, പക്ഷെ കുഴപ്പമില്ല. സ്ലീവ്സിൻ്റെ അവിടെ ബോർഡറൊക്കെ ഉണ്ട്. നല്ല മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയൽ ആയിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അധികം മിക്സ് ഒന്നുമില്ല. പാൻസ് ആണെങ്കിലും അത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് നന്നായിട്ട് ചേരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 500 റുപ്പീസിനെക്കാട്ടിലും താഴെ. ഇതെല്ലാം അങ്ങനെയാണ് കേട്ടോ. ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് ഇടാം അവിടെ, അപ്പോൾ ഒന്ന് നോക്കി നോക്കി. ഇപ്പം എന്തായാലും വ്യത്യാസം ഉണ്ടാവും. കോഡെല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അടുത്തത് ഈ ഒരു റെഡ് മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ്. എഗെയിൻ ദാ ഈ ഭാഗത്തായിട്ട് ഒരു ഗോട്ടാപ്പട്ടി ലേസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ അവിടെ ഇതാ അപ്പുറത്ത് ട്രസ് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഈ ശബ്ദം. ഞാൻ കുറേ നോക്കിയത് നിൽക്കണ ഒരു സമയം നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാം, പക്ഷെ ഫുൾ ഡേ വർക്ക് ഉണ്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയരുതെന്ന് എന്നോടൊരു കമൻറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു നിവൃത്തിയില്ല, നമുക്ക് ഷൂട്ട് ചെയ്തല്ലേ മതിയാവുള്ളൂ. കുറേ നാളായിട്ട് ഇത് പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തായാലും 2 ആഴ്ച എടുക്കും. അതുവരെ നമുക്ക് ഷൂട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ കറപറ പ്രിന്റിൽ വരുന്നതാണ്. കുഴപ്പമില്ല കേട്ടോ, ഇതും രസമുണ്ട്. ലാർജ് സൈസിലുള്ളതാണ്. പാൻസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വേർട്ടിക്കൽ പ്രിന്റിലാണ് വരുന്നത്. ഇത് മെറ്റീരിയൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ എങ്ങനെയാ ചായ ഇളകുമോയെന്ന് എനിക്ക് സംശയമുണ്ട്. ഇത് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, ചായ ഇളകുമോയെന്നുള്ളത്. മറ്റേതൊക്കെ പിന്നെ ഞാൻ കഴുകി നോക്കിയ കാരണം എനിക്ക് അറിയാം, എന്ന് വെച്ചാൽ അതൊന്നും ചായ ഇളകിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞാൻ സ്റ്റോറീസിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അടുത്തതൊരു മെറൂൺ ഷെയ്ഡിൽ തന്നെ വരുന്നതാണ്. മെറൂണും വൈറ്റും കൂടി പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. ഇതിൽ നോക്കുകയാണെങ്കിൽ എഗെയിൻ നെക്കിൻ്റെ ഭാഗത്ത് ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പാൻസ് സിമ്പിളായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് പാൻസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വില ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ എല്ലാതും 300, 250 അങ്ങനെ ഒരു റേറ്റിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. നമുക്കിങ്ങനെ കാഷ്വലി ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ ഈവൻ യോഗയ്ക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഇടണമെങ്കിൽ ഇടാൻ പറ്റിയിട്ടുള്ള അങ്ങനെ നോക്കി ഞാൻ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഞാൻ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ച് മീഷോന്നാകുമ്പോൾ, അല്ലെങ്കിൽ സുഡിയോയിലൊക്കെ പോകുമ്പോൾ ഒരു 700 റേറ്റിനൊക്കെ കുർത്ത ഉണ്ടാവില്ല, അതൊന്നും പാൻസ് ഉണ്ടാവില്ല കേട്ടോ, ടോപ്പ് മാത്രമായിട്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ പിന്നെയും മേടിക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത്. എനിക്കിപ്പോൾ എന്തായാലും ചേരുന്നുണ്ടാവില്ല, കാരണം ഇത് വലുതാണല്ലോ. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ 5 എണ്ണം ഒന്നും പറഞ്ഞില്ലേ, പക്ഷെ അത് സെയിം തന്നെയാണ് വന്നത്. അതായത് തെറ്റി വന്നു. നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത കുർത്തയുടെ സെയിം സാധനം തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ കുർത്ത. നമ്മൾ ആദ്യം കാണിച്ച കുർത്തയില്ലേ, അത് തന്നെയാണ് വന്നിട്ടുള്ളത്. 2 എണ്ണമായിട്ട് വന്നു. അത് ഞാൻ വേറെ ഒരെണ്ണമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിട്ടേൺ ചെയ്യേണ്ട ഡേറ്റും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ ത്രിഫ്റ്റ് സ്റ്റോറിൽ ഞാൻ ഇത് വില കുറച്ചിടാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മൾ മീഷോന്ന് മേടിച്ചിട്ടുള്ളത്. ഈ മീഡിയം സൈസിലുള്ളത് കുഴപ്പമൊന്നുമില്ല, വില വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. 300 അറൗണ്ട് ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ലതായിട്ട് തോന്നി. ഒരെണ്ണം പ്യുവർ കോട്ടൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതൊരു 370 റുപ്പീസിനുള്ളതാണ്. അപ്പോൾ ആ ഒരു റേറ്റിന് വെച്ച് നോക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മീഡിയം സൈസിലുള്ളവർക്ക് ഇങ്ങനത്തെ കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. എക്സ്ട്രാ സ്മോൾ സൈസിലുള്ളവർക്ക് ഓപ്ഷൻസ് മീഷോയിൽ വളരെ കുറവാണ്. പിന്നെ എനിക്ക് മീഷോയിൽ തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഡെലിവറി ഡേറ്റ് ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 15 ദിവസം വരെയൊക്കെ എടുക്കുന്നുണ്ട്, 15-20 ദിവസം വരെയൊക്കെ എടുക്കുന്നുണ്ട് കുർത്ത. അങ്ങനെ എന്ത് തന്നെ ഓർഡർ ചെയ്താലും കിട്ടാൻ വേണ്ടിയിട്ട് വില കുറവുണ്ട് കേട്ടോ, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇത്തിരി 10 എന്നായിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് നല്ലത് കിട്ടും, ചിലത് നല്ലത് കിട്ടില്ല, ആ ഒരു രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുർത്ത സെയിം തന്നെ മിന്ത്രയിൽ നിന്ന് മേടിച്ചതുണ്ടായിരുന്നു, മീഷോന്ന് മേടിച്ചതുണ്ടായിരുന്നു. മീഷോന്ന് മേടിച്ചത് ചായ ഇളകി കേട്ടോ. മിന്ത്രയിൽ നിന്ന് മേടിച്ചത് ചായ ഇളകിയില്ല. പക്ഷെ രണ്ടിൻ്റെ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഒക്കെ ഏകദേശം സിമിലർ ആയിട്ടാണ് തോന്നുക. അപ്പോൾ ഞാൻ ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത് ഒരു 700-800 റുപ്പീസിനാണെങ്കിൽ മീഷോന്ന് എനിക്ക് 400 റുപ്പീസിനാണ് കേട്ടോ കിട്ടിയത്. അത് ഞാൻ കഴുകിയതിന് ശേഷം അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഡ്സ് ഞാൻ ഇടാം. എനിക്ക് വേണ്ടി മേടിച്ചതും എനിക്ക് കുഴപ്പം തോന്നിയില്ല, സ്റ്റൈൽ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അമ്മയ്ക്ക് വേണ്ടി മേടിച്ചതും ഇറ്റ്സ് വർത്ത് ഫോർ ദി മണി, ഇല്ല എന്നല്ല, നല്ലത് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നോക്കാം. അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ റിവ്യൂസ് നോക്കിയിട്ട് നമുക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലവ് യു ഓൾ സോ മച്ച്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.